നമസ്കാരം. ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഈ പ്രപഞ്ചവും നമ്മെ സൃഷ്ടിച്ച ദൈവം ജീവനുള്ളവനാകയാൽ, അവൻ അരുരൂപിയാകയാൽ, അവന് ഒരു രൂപമില്ലാതിരിക്കയാൽ, ആത്മാവാകയാൽ അവനെ യാതൊരു സൃഷ്ടിയോടും പരിമിതപ്പെടുത്താനോ രൂപസദൃശ്യപ്പെടുത്താനോ നമുക്ക് കഴിയുകയില്ല. അതുകൊണ്ട് ദൈവം കൽപ്പന കൊടുത്തപ്പോൾ ദൈവം പറഞ്ഞു, യാതൊരു വിഗ്രഹവും നിങ്ങൾ ഉണ്ടാക്കരുത്, അവയെ നമസ്കരിക്കോ സേവിക്കുകയോ ചെയ്യരുത്. എന്നാൽ ഈ വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്ന കോടിക്കണക്കിന് ജനം സമൂഹങ്ങൾ നമ്മുടെ നടുവിലുണ്ട്. അവരെ ഒരിക്കലും കുറ്റപ്പെടുത്തി പറയാൻ കഴിയില്ല. കാരണം അവർക്ക് യഥാർത്ഥ ദൈവത്തെ അറിയത്തില്ല, ഗ്രഹിച്ചിട്ടില്ല. എന്നാൽ ബൈബിളും കൈവച്ചുകൊണ്ട് ഇരിക്കുന്ന കത്തോലിക്കക്കാരന്മാർ കാണിക്കുന്ന കന്നന്തിരിവും ഈ പോസ്റ്റ് കണ്ടോ. ഇവർ പറയുകയാണ്, ദൈവം ഉണ്ടാക്കിയ സമാഗമന കൂടാരത്തിലെ എല്ലാം വിഗ്രഹങ്ങളാണ് പോലും. എന്നാൽ ദൈവം ഉണ്ടാക്കിയ സമാഗമന കൂടാരത്തിലെ എല്ലാം വിഗ്രഹങ്ങളാണോ? അവയുടെ മുമ്പിൽ നമസ്കരിക്കാനോ സേവിക്കാനോ ദൈവം പറഞ്ഞിട്ടുണ്ടോ? ദൈവം വെറുക്കുന്ന ഏറ്റവും വലിയ പാവമാണ് വിഗ്രഹാരാധന. വിഗ്രഹാരാധനയെ കുറിച്ച് പറയുന്നു,